എനിക്ക് മനസ്സിലായില്ല. എന്ത് വേണം? തങ്കപ്പന്റെ വീട് അറിയാവോ ചേച്ചി? ആര് വീട് തിരക്കി വന്നത്? തങ്കപ്പൻ എന്ന് പറയും. തങ്കപ്പണ്ണന്റെ വീടാ? തങ്കപ്പൻ എന്നൊരാള് ഇവിടെയാണോ വീടെന്ന് പറഞ്ഞത്? ഇവിടെയാണ്. ഗൾഫിലാണ് ജോലി. ആ, അവിടത്തെ റോസ്മേരി ചേച്ചിയുടെ ഭർത്താവിന്റെ പേരാണ് തങ്കപ്പൻ. അവിടെ പണിക്ക് വന്നയാണാ? ഓ, പണിക്ക് വന്ന ചേച്ചി. എന്ത് പണിക്ക് വന്നത് ചേച്ചി? കമ്പിപ്പണിക്ക് വന്ന ചേച്ചി. കമ്പിപ്പണിക്കാ? എന്തോന്ന് പേര്? സുനി. സുനിയാ? സ്നേഹമുള്ളവരും നാട്ടുകാരൊക്കെ വിളിക്കുന്നത് കമ്പി സുനി, കമ്പി സുനീന്ന്. മനസ്സിലായി. ആ, പിന്നെ അവരെ വീടേ ഈ വഴിയേ അങ്ങ് താഴോട്ട് പോണം. അപ്പോഴേ അവിടെ കുറച്ച് സ്ഥലം വെറുതെ കിടപ്പുണ്ട്. അതും കഴിഞ്ഞ് അടുത്ത വളം എത്തുമ്പം ഒരു ഓടിട്ട വീടുണ്ട്. അതിന്റെ തൊട്ടടുത്ത് ഒരു 2 നില വീട് കാണുന്നുണ്ട്. അതാണ് ഈ തങ്കപ്പൻ എന്ന് പറയുന്ന ആളുടെ വീട്. മനസ്സിലായാ? താങ്ക് യു ചേച്ചി. ശരി, പോ. അതെ സുനി, ഒന്നിങ്ങോട്ട് വരുവോ? ഓ, ഇതാ പറഞ്ഞ ചേച്ചി. എന്ത് ചേച്ചി? പിന്നെ എനിക്കൊരു സഹായം ചെയ്യോ? എന്ത് സഹായം ചേച്ചി? നിനക്ക് ബൾബ് മാറ്റാൻ അറിയാമോ? ചേച്ചി, ഞാൻ ബൾബും ട്യൂബും എല്ലാം മാറ്റും ചേച്ചി. തന്നെ? എനിക്കൊരു ബൾബ് മാറ്റാറുണ്ട്. മാറ്റി തരുമോ? ആരുമില്ലാത്ത സമയം നോക്കി ചേച്ചി രാമുവിനെ ബൾബ് മാറ്റാൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്തിനാ നീ ചിന്തിക്കണത്? ഓ ശരി, എവിടെ മാറ്റും ചേച്ചി ബൾബ്? അകത്ത് വാ. ഈ ബൾബാണ് മാറ്റാനുള്ളത്. ആ ബൾബ്. പിന്നെ ഭയങ്കര ചൂട്. AC ഇട്ട് കയറും. അകത്തിട്ട് കയറും. ഓ, ഈ ബൾബ്. ഈ ബൾബ്. ഓ, ഈ ബൾബാണ് മാറ്റാനുള്ളത്. എന്താണ് നിനക്ക്? എന്ത് നിനക്ക്? നീ പേടിക്കണത്? ഇവിടെ ആരുമില്ല. എന്ത് നിനക്ക്? എന്ത് പറ്റി? നിനക്ക് പേടിയാ? ഞാൻ നിനക്ക് പറഞ്ഞില്ലേ ഇവിടെ ആരുമില്ല. ചേട്ടൻ വന്നിട്ട് ചേട്ടൻ വന്ന് എന്റെ ഭർത്താവ് വന്നടാ. ചേട്ടാ, അതെ ചേട്ടാ, രാവിലെ ഞാൻ ഇവിടെ മുറ്റം തൂത്തുകൊണ്ടിരുന്നപ്പോഴേ എന്തെങ്കിലും ജോലി തരുമോന്ന് ചോദിച്ച് അന്വേഷിച്ച് വന്നത് ചേട്ടാ. പിന്നെ ഞാൻ ചോദിച്ചപ്പോഴും എല്ലാ പണിയും അറിയാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് നമുക്കൊരു സഹായമാവുമല്ലോ. ഇവിടെയാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. അങ്ങനെ പിന്നെ തറ തുടയ്ക്കാൻ വേണ്ടി അങ്ങ് ഏൽപ്പിച്ചു.
ഒരുത്തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പം. കുഴപ്പമുണ്ടോ ചേട്ടാ? അല്ല വേണ്ടടാ. സുനി, സുനിയാ? കമ്പി സുനി. നീ എല്ലാ കാര്യം ചെയ്യൂ. അതിന് എളുപ്പം തോടാ, അടുത്ത പണി തരാം. പാട്ടോ അതൊക്കെ വെട്ടിക്കളാ അതൊക്കെ. ചേട്ടാ പിന്നെ നമുക്ക് കാറും കൂടെ കഴിച്ചാലാ? എളുപ്പാട്ടെ. ചേട്ടാ തീർന്നില്ലേ? വേണ്ട, ആ നമ്പർ പ്ലേറ്റ് ഒന്ന് കഴിക്കണേ. അവിടെ ഭയങ്കര ചെളി, 5 ദിവസം മഴയായിരുന്നല്ലേ. ഒന്ന് കഴിക്കില്ല ചേട്ടാ. എളുപ്പമാവട്ടാ. എടാ ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ടെന്നെ, കക്കൂസ കഴിവുണ്ട്. എളുപ്പമാവട്ടാ. ആടാ ഇത്രയും ദൂത് കൂട്ടിട്ടെ. ഇത്രയും ദൂത് കൂട്ടിക്കോ. ദൂത് കൂട്ടിട്ട് മതിയായിരിക്കും. നിന്നെ സമ്മതിച്ചു. നല്ല പണിക്കാരൻ തന്നെ. പിടിച്ചോ. നീ അടുത്ത ആഴ്ച വിളിക്കാം. അടുത്ത ആഴ്ച പറഞ്ഞേ. നീ എന്തായാലും ചേട്ടാ പറഞ്ഞു വിടണ. ഓ പിന്നെ നമുക്ക് തെങ്ങിനും തേങ്ങ അടക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് സിനിമയ്ക്ക് ഉണ്ടോടി? ഓ ശരി. പൈസ എന്തെങ്കിലും കൊടുക്കാം അല്ലേ? അയ്യോ പൈസ ഒന്നും കൊടുക്കണ്ട. അവൻ വന്നപ്പോഴേ പറഞ്ഞു അവന് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്താൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ടെന്ന്. നീ കഴിക്കാൻ വല്ലതും കൊടുത്തോ? നമ്മളിന്ന് പുറത്തുനിന്ന് കഴിക്കണം എന്ന് പറഞ്ഞോണ്ട് ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ വണ്ടിക്കൂലിക്കെല്ലാം കൊടുത്തങ്ങ് വിട്. 50 രൂപ ഉണ്ട്. ഒന്നും വേണ്ട, ഞാൻ നടന്നെങ്കിലും വെക്കും. ചേച്ചി കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും കേട്ടോ. ചേച്ചി ഇത് പിടിച്ചു പോട്ടാ. അടുത്ത ആഴ്ച വിളിക്കും പറഞ്ഞേടാ. എന്റെ ബുദ്ധിയാവായിരുന്നു നേരത്തെ, എന്നെ സമ്മതിച്ചു. പക്ഷേ ചേട്ടാ പുറകിലത് ആ പറമ്പൊന്നും വൃത്തിയാക്കില്ലല്ലോ ചേട്ടാ. പിന്നെ ആരെങ്കിലും വന്ന് ചാടി തരുവാടി. ഇതേ കറണ്ട് ബില്ലിൽ പറഞ്ഞൊരു പയ്യ ഉണ്ടല്ലോ, അപ്പൊ ചെറിയൊരു ഇളക്കമുണ്ട്. അവനോട്ട് ഞാൻ മുതലാക്കിച്ചാ മതി. ശരി